എടാ സുഹൃത്തെ, റിസൾട്ട് എപ്പോഴും അപ്ലോഡ് ആവുന്നത്? അറിഞ്ഞോടാണ് വിളിക്കണേ. ഓൾറെഡി അപ്ലോഡ് ചെയ്തോ? നീ നോക്കിയോ? നീ എല്ലാത്തിനും പൊട്ടിയില്ലേ? പാസ്സായോ? ഞാൻ എൻ്റെ നോക്കട്ടെ. ഈ സമയത്ത് എന്താ ഒരു കറണ്ട് കട്ട്? മോളെ, അപ്പുറത്തെ സുലോചനയുടെ വീട്ടില് കറണ്ട് ഉണ്ടോ നോക്കിയേ. അവിടെയും കറണ്ട് ഇല്ലമ്മേ. ഭാഗ്യം, അപ്പൊ കുഴപ്പമില്ല. അമ്മേ നാരായണി, നാരായണ, ആരെങ്കിലും ആവട്ടെ കാത്തോളേ. നാളെ നിന്റെ റിസൾട്ട് വരുന്നത്. വരട്ടെ, അതിനുശേഷം അല്ലേ, ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് സാർ താമസിക്കുക? സാധാരണ മനുഷ്യരെ പോലെയല്ല ഡിറ്റക്റ്റീവ്സ്. വലിയ വീട്, കാറ്, ലക്ഷറി ലൈഫ്, ഇതൊക്കെ ആളുകൾ ശ്രദ്ധിക്കും. അങ്ങനെ ജീവിച്ചാൽ എനിബഡി ക്യാൻ ട്രാക്ക് മീ. ദേ ക്യാൻ കം ടു മീ, ദേ ക്യാൻ കിൽ മീ. അതുകൊണ്ട് 6 മാസത്തിൽ കൂടുതൽ ഞാൻ എവിടെയും താമസിക്കാറില്ല. സോ ദാറ്റ് നോബഡി ക്യാൻ ട്രാക്ക് മീ, ബട്ട് ഐ ക്യാൻ ട്രാക്ക് എനിബഡി. പ്ലീസ് ഔട്ട്, ഇരിക്കും. സബ്ജക്റ്റിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും വേണം. പറയൂ. പറയാം സാർ. ഞാൻ എക്കണോമിക്സ് ആയിരുന്നു. ഇവൻ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് കോട്ടേക്കറി മെക്കാനിക്കൽ എടുത്തു. കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. 10-40 സപ്ലി ബാക്കിയുണ്ട്. പിന്നെ പറയുമ്പോ പിന്നെ എല്ലാം പറയട്ടെ. താൻ പഠിച്ച സബ്ജക്റ്റ് അല്ല. പിന്നെ ഞാൻ ഡെയ്സിയെ കുറിച്ചല്ല അന്വേഷണം നടത്തുന്നത്. അറിയൂ. പറയാം സാർ. ഞാൻ എക്കണോമിക്സ് ആയിരുന്നു. ഇവൻ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് കോട്ടേക്കറി മെക്കാനിക്കൽ എടുത്തു. കോഴ്സ് ഇത് കാണുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഇവന് വേറെ പണിയൊന്നുമില്ലേ എന്ന് തോന്നാം. ബിടെക് പഠിച്ച് ഒരുപാട് സപ്ലൈ ഉള്ളത് കൊണ്ട് മാത്രം ഒന്ന് ശ്രദ്ധിച്ചെന്നേ ഉള്ളൂ. ചുമ്മാ തോന്നിയൊരു കാര്യമാണ്. ഇതിൻ്റെ പേരിൽ എന്നെ കൊല്ലരുത്. ഒരു സിനിമാസ്വാദകന്റെ ചെറിയൊരു സംശയം മാത്രമാണ്. സ്നേഹത്തോട്